പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ഇന്നത്തെ കാലത്ത് വളരെയധികം ശ്രദ്ധപ്പെടുന്ന ഒരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് മുഖേന ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്, അല്ലേ? ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുകയാണ്. ഈ ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എലിമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ 3 ഘടകങ്ങളുണ്ട്, അല്ലേ? 3 പാർട്സ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിച്ചാൽ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു എലിമെൻ്റാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇത് രണ്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ലിസണിങ് സ്കിൽസ്. ഇന്ന് നമുക്ക് ഈ 3 സ്കിൽസിനെ കുറിച്ച് കുറച്ചുകൂടെ ചിന്തിച്ച് അതിനെ ഏത് രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ എങ്ങനെ നമുക്ക് കൂടെ സ്ട്രോങ് ആക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു വെർബൽ സ്കിൽസ്. വെർബൽ സ്കിൽസ് എന്ന് വെച്ചാൽ വാക്കുകളും കൊണ്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ഈ വാക്കുകൾ ഞാൻ ഏത് രീതിയിലാണ് എൻ്റെ റെപ്പോസിറ്ററി അല്ലെ എൻ്റെ ഉള്ളിൽ കൂടുതലായി ശേഖരിക്കുന്നത്, അത് ഒന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വായനാശീലം, അല്ലേ? നമ്മുടെ റീഡിംഗ് ഹാബിറ്റ്സ്. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് വളരെയധികം കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രാവിലെ തന്നെ പത്രവായന ഈ ഒരു ശീലം മലയാളിക്ക് വളരെയധികം കൂടുതലുള്ള ഒരു
ഹാബിറ്റാണെന്ന് നമുക്ക് കണ്ടറിയാം. ഏത് സ്ഥലത്ത് ചെന്നാലും പത്രവായനയും അതിനെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തുക, ആശയം പരസ്പരം ഷെയർ ചെയ്യുകയാണ്, ഓരോ ന്യൂസിനെക്കുറിച്ച് പരസ്പരം എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ വളരെയധികം കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ബുക്കുകൾ വായിക്കുകയാണ്, നല്ല ക്രിയേഷൻസ് ഓഫ് ലിറ്ററേച്ചർ വായിക്കുകയാണ്. അത് മുഖേന നമുക്ക് ഏത് രീതിയിൽ ഓരോ വാക്കുകളെ കോർത്ത് ചേർത്ത് വളരെ മനോഹരമായിട്ട് നമ്മുടെ ആശയങ്ങളെ മനുഷ്യരുടെ ഹൃദയത്തിൽ പതിക്കുവാൻ കഴിവ് നമുക്ക് വർദ്ധിപ്പിക്കാം. നമ്മുടെ വെർബൽ സ്കിൽസിനെ നമ്മൾ കൂടുതലും സ്ട്രോങ് ആക്കിയാൽ. വെർബൽ സ്കിൽസിനെ സ്ട്രോങ് ആക്കാൻ വളരെയധികം മാർഗങ്ങൾ വേറെയുണ്ട്. സ്പീക്കേഴ്സ് ക്ലബ്ബുണ്ട്. അങ്ങനത്തെ പല സ്ഥലത്ത് ചെന്നേച്ച് നമുക്ക് നമ്മുടെ സ്പീച്ചസിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഒക്കും. ആ രീതിയിൽ നമ്മുടെ വെർബൽ സ്കിൽസിനെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും. വെർബൽ സ്കിൽസിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോഴാണ് നല്ലൊരു ഗുഡ് മോർണിംഗ് കൊണ്ട് തുടക്കമിടുമ്പോൾ തന്നെ നമ്മുടെ വെർബൽ സ്കിൽസിന് ആ വേണ്ടിയ ഇഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞു. മുന്നോട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ വെർബൽ സ്കിൽസിനെയും കൊണ്ടുപോകാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമത്തെ സ്കിൽ നമ്മൾ ചിന്തിച്ചതാണ് നോൺ വെർബൽ സ്കിൽസ്. നോൺ വെർബൽ സ്കിൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഈ നോൺ വെർബൽ സ്കിൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഈ നോൺ വെർബൽ സ്കിൽസിന് ഒരു ലാംഗ്വേജുമില്ല. ഏത് രാജ്യത്തിൽ ചെന്നാലും ബേസിക് ആയിട്ടുള്ള നമ്മുടെ നോൺ വെർബൽ സ്കിൽസിനെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാൻ ഒക്കും. നമ്മുടെ നോൺ വെർബൽ സ്കിൽസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ ഏതൊരു ഭാഷയും ഏതൊരു രാജ്യവും ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്ന ഒരു സ്കില്ലാണ് നമ്മുടെ നോൺ വെർബൽ സ്കിൽസ്. പല റിസർച്ചസ് നടന്നിട്ടുണ്ട്. ആ റിസർച്ചസിലെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ 30% നോൺ വെർബൽ സ്കിൽസിൻ്റെ അളവ് 70%. 70% നോൺ വെർബൽ സ്കിൽസ് വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം പൂർണ്ണതയിൽ എത്തും. ഈ നോൺ വെർബൽ സ്കിൽസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻറ്റ് നോൺ വെർബൽ സ്കിൽസാണ് നമ്മുടെ മുഖം. പ്രസന്നതയുള്ള ഒരു മുഖം ഉണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങൾ വളരെ ഈസിലി നമുക്ക് ഷെയർ ചെയ്യാൻ ഒക്കും. നമ്മുടെ മുഖത്തിൻ്റെ ഭാവം മാറുമ്പോൾ നമ്മൾ മുന്നിൽ ഇരിക്കുന്ന ആളുടെ ഭാവവും അതുപോലെ തന്നെ മാറും. ഞാൻ ഒരിക്കലൊരു ചെറിയ റിസർച്ച് ചെയ്യുകയുണ്ടായി. ഞാൻ ഒരു മോളിൽ ഒരാഴ്ച വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഫേസ്, ഏകദേശം ഇതേപോലെ ഒരു ഫേസ് വെച്ചേച്ച് ഞാൻ കാണുന്നവർ എല്ലാവരെയും ഈ രീതിയിൽ തന്നെ നോക്കിയുണ്ടായി. എനിക്ക് കിട്ടിയ അതിനേക്കാട്ടിലും ഡബിൾ ഇരട്ടിയിലുള്ള ഒരു സീരിയസ് ഫേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതേ സൂപ്പർ മാർക്കറ്റിൽ അതേ സമയങ്ങളിൽ തന്നെ ഞാൻ പോകുമ്പോൾ നല്ല പ്രസന്നതയുള്ള ഒരു മുഖവും നല്ലൊരു പുഞ്ചിരിയും വെച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്തും വളരെ പ്രസന്നതയും വളരെയധികം നല്ലൊരു പ്ലീസിങ് സ്മൈലായിരിക്കും. ഞാൻ അന്നേരം ഒരു കാര്യം പഠിച്ചത് നമ്മുടെ മുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ്. നമ്മുടെ ഇൻപുട്സ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കണ്ണുകൾ, കാതുകൾ, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻപുട്സ്. ആദ്യത്തെ ഇൻപുട്ട് വരുന്നത് കണ്ണുകൾ കൊണ്ടാണ്. ഈ കണ്ണുകളും കൊണ്ടുള്ള ഒരു ഇൻപുട്ടിനെ നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ മുഖത്തൊരു നല്ല പ്രസന്നത വെക്കണം. ഏത് സമയത്തും നല്ലൊരു പ്രസന്നത ഉള്ളൊരു മുഖം വെച്ചാൽ നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരു പേഴ്സൺ വിൽ ഓൾവേസ് ബി ഹാപ്പി. ഈ നോൺ വെർബൽ സ്കിൽസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് എലിമെൻ്റാണ് നമ്മുടെ കരങ്ങൾ. ഏത് രീതിയിലാണ് നമ്മുടെ കരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓരോ ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ കരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലിമെൻ്റാണ്. ഈ നോൺ വെർബൽ സ്കിൽസിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ എലിമെൻ്റാണ് നമ്മുടെ നെഗോഷിയേഷൻ സ്കിൽസിൽ. ഇതും ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നെഗോഷിയേറ്റിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഈ നെഗോഷിയേറ്റിംഗ് സ്കിൽസിലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലിമെൻറ്റ്, അതാണ് നമ്മുടെ ലിസണിങ് സ്കിൽസ്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ,
വാട്ട് യു ഹാവ് മോർ യു യൂസ് മോർ. 2 കാതുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കുവാൻ കൂടുതൽ അനുവദിക്കണം എന്നുള്ളൊരു സൈനാണ്. ഒരു വായും 2 കാതുകളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ടു യൂസ് മോർ, വാട്ട് ഈസ് മോർ എന്ന് പറഞ്ഞാൽ എൻ്റെ കാതുകളെ ഞാൻ വളരെയധികം കൂടുതൽ ഉപയോഗിക്കുക. ടു ഹാവ് എ ബെറ്റർ ലിസ്ണിംഗ് സ്കിൽ. ഈ ബെറ്റർ ലിസ്ണിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളണം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ലിസ്ണിംഗ് സ്കിൽസ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്നതാണ് ലിസൺ മോർ ദാൻ വാട്ട് യു ടോക്ക്. ഈ ലിസണിംഗ് സ്കിൽസിൽ 2 എലിമെൻറ്റ്സ് ഉണ്ട്. ഈ 2 എലിമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, വൺ ഈസ് ഹിയറിങ്, അല്ലേ കേൾക്കുക. 2ാമത്തെയാണ് ലിസണിങ്, അല്ലേ മനസ്സിലാക്കുകയാണ്. ഈ 2 എലിമെൻറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. എപ്പോഴും നമ്മൾ പല ഉത്സവങ്ങളിലും പല പെരുന്നാളുകളിലും കേൾക്കുന്ന ഒരു ശബ്ദമാണ് വെടിമുഴക്കം, അല്ലെ ഒരു ഫയർ ക്രാക്കേഴ്സ്. ഈ ഫയർ ക്രാക്കേഴ്സ് ബേസ്റ്റ് ആകുമ്പോൾ, അല്ലെ ഈ ഫയർ ക്രാക്കേഴ്സിന് തീ കൊളുത്തി വരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ശബ്ദം നമ്മൾ കേൾക്കും. നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്യും. പക്ഷേ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളുടെ കൂട്ടത്തിൽ നമ്മളിരുന്ന് നമ്മുടെ ആശയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ സമയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ലേ വി ആർ ലിസണിങ്. ഈ 2 ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ വളരെയധികം സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ ഒക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കുഴപ്പം, അല്ലെ ഒരു പ്രോബ്ലം ഇൻ ദ സൊസൈറ്റിയാണ് കേൾക്കുവാൻ റെഡിയല്ല, അല്ലെ മനസ്സിലാക്കുവാൻ റെഡിയല്ല. ഞാൻ പറയുന്ന ഈ ആൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പറയുന്ന എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള കംപ്ലയിൻ്റാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അവർ കേൾക്കുക എന്നല്ല, പക്ഷേ കേട്ടേച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ടെടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പീപ്പ് ചെയ്ത് നോക്കണം. അല്ലെ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിനായിട്ടുള്ള കുഴപ്പങ്ങളെ നമുക്ക് കണ്ടെത്താൻ ഒക്കും. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ ബാധിക്കുന്നത്, അല്ലെ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ലിസ്ണിംഗ് സ്കിൽസിനെയും വളരെയധികം ബാരിയറായിട്ട് നിൽക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റാണ് സ്ട്രെസ്, അല്ലെ പിരിമുറുക്കം. ഏതൊരു കാര്യത്തിലും ഏതൊരു സമയത്തും വളരെയധികം സ്ട്രെസ്സും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഫാസറ്റ്സിനെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം നമ്മൾ വളരെയധികം നഷ്ടപ്പെടുത്തും. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പം ചിന്തിച്ചു. സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. നമ്മൾ അസേർട്ടീവ് ആകണോ അതോ അഗ്രസീവ് ആകണോ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടൻ്റ് എലിമെൻ്റാണ് പലരും അഗ്രഷനിലോട്ടങ്ങ് പോകും. സ്ട്രെസ് വരുമ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വളരെയധികം യൂസ് ചെയ്യുന്നൊരു എലിമെൻ്റാണ് ദ കൈൻഡ് ഓഫ് അഗ്രഷൻ. വളരെയധികം ക്രോധം, വളരെയധികം അഗ്രസീവ് ആകുക. ആ രീതിയിലാണ് നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നോക്കുന്നത്. അതേ സമയത്ത് അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എനിക്ക് വന്നിരിക്കുന്നത് എന്നെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് ഉള്ളൊരു ചിന്തയും കൊണ്ടും ഒരു മനോഭാവം കൊണ്ടും മുന്നോട്ട് ചെന്നാൽ ദ സ്ട്രെസ് ക്യാൻ ഈസിലി ബി മാനേജ്ഡ്. ഈ സ്ട്രെസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ചില ബാരിയേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിയെ കാണാൻ ഒക്കുന്നില്ല, ടെലിഫോണിക് കൺവെർസേഷൻ. ആ സമയത്ത് നമ്മൾ വ്യക്തിയെ മുഖാമുഖം കാണുന്നില്ല. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഒക്കുന്നതാണ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ വാക്കുകളെ നമ്മൾ ആ സമയത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യണം. 2ാമത്തെ ഒരു എലിമെൻ്റാണ് പലപ്പോഴും പലർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ മുഖാമുഖമാണെങ്കിൽ നമ്മുടെ നോൺ വെർബൽ സ്കിൽസിനെ വർദ്ധിപ്പിച്ചെടുത്തേച്ച് നമ്മുടെ ആശയങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കും. 3ാമത്തെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് പ്രതീക്ഷകളും മുൻധാരണയും, അല്ലെ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് പ്രെജുഡിസ്. ഈ 2 എലിമെൻറ്റ്സ് മനുഷ്യർ അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്
ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നടത്താൻ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്, ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്, ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, അല്ലേ ഈ ഒരു വ്യക്തി ഞാൻ എത്ര പറഞ്ഞാലും ഉൾക്കൊള്ളത്തില്ല, അങ്ങനത്തെ ഉള്ള മനോഭാവം കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ വളരെയധികമായിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് വരും. ഈ ഒരു ഡിഫറൻസസ് ആണ് നമ്മളെ പലപ്പോഴും ഈ ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ നമുക്ക് എക്സാക്ട്ലി ആൻഡ് പെർഫെക്റ്റ്ലി ആക്കി കൊണ്ടുപോകാൻ ഒക്കാത്തത്. മുൻധാരണകളെ മാറ്റി വെച്ചേച്ച് ഈ വ്യക്തി എങ്ങനായാലും ഞാൻ എൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് യൂസ് ചെയ്ത്, ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ യൂസ് ചെയ്തേച്ച്, ഞാൻ എൻ്റെ ഹിയറിംഗ് സ്കിൽസിനെ യൂസ് ചെയ്തേച്ച്, അല്ലെ ഞാൻ എൻ്റെ ലിസണിങ് സ്കിൽസിനെ യൂസ് ചെയ്തേച്ച് വളരെയധികം സ്ട്രോങ് ആക്കും, വളരെയധികം ഇംപ്രൂവ് ചെയ്യും. ഇതിന് മുമ്പ് ഞാൻ മീറ്റ് ചെയ്തതിനെക്കാട്ടിലും വളരെയധികം ഭംഗിയായിട്ട് ഞാൻ എൻ്റെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എന്നുള്ളൊരു മുൻധാരണയും കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്ന ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നമുക്ക് വളരെ അധികം ടു എ ബിഗ് എക്സ്റ്റെൻറ്റ് നമുക്ക് മാറ്റി വെക്കുവാൻ നോക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വേദപുസ്തകം വായിക്കുകയും വളരെയധികം ആശയങ്ങൾ കേൾക്കുകയും വളരെയധികം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനമാണ്. ആ സമയത്ത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ചുമതലയാണ് ഈ സുവാർത്ത ലോകത്തിൻ്റെ അറ്റം വരെ കൊണ്ട് കേൾപ്പിക്കുവാൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഈ രണ്ട് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പല ജീവിതങ്ങളെയും പല ജീവിത രീതികളെയും പല മനുഷ്യരെയും നമുക്ക് മാറ്റുവാനൊക്കും. നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ചും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിനെക്കുറിച്ചും വളരെയധികം വ്യക്തതയോടും വളരെയധികം ശാന്തതയോടും വളരെയധികം സ്ഫുടതയോടും നമുക്ക് നമ്മുടെ ജനങ്ങളെ അറിയിക്കാൻ ഒക്കും. ഈ ഒരു അറിയിപ്പ് നമുക്ക് എത്തിക്കാൻ ഒക്കുന്നത് നമ്മുടെ വായിലെ വാക്കുകൾ കൊണ്ടാണ്. വായിലെ വാക്കുകൾ നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. ആ വായിലെ വാക്കുകൾ നമ്മൾ വായനാശീലം വർദ്ധിപ്പിച്ചേച്ച് വരുന്നതാണ്. രണ്ടാമത്തെ എലിമെൻറ്റ് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ നോൺ വെർബൽ സ്കിൽസാണ്. അല്ലേ നമ്മുടെ വാക്കുകൾ, അല്ലേ നോ യൂസ് ഓഫ് വേർഡ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജും കൊണ്ട്, നമ്മുടെ പ്രസന്നതയുള്ള മുഖം കൊണ്ട്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചാണ് നമ്മുടെ ലിസണിങ് സ്കിൽസ്. ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വളരെയധികം മനോഹരമാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ആശയങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം പരസ്പരം പങ്കിടാൻ ഒക്കും. ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ വളരെയധികം ഉറപ്പിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ സ്കിൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ധാരണകളും വളരെയധികം ഉറപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമയത്ത് ജീവിക്കുന്നത്. ക്രിസ്തീയ ജീവിതം തന്നെ ഒരു വലിയ ചാലഞ്ചായിട്ട് വരുന്ന സമയത്ത് നീ നിൻ്റെ ക്രിസ്തുവിനെ എന്തിനു സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ വളരെയധികം സ്ട്രോങ് ആക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വേദപുസ്തകം നമുക്കും നമ്മുടെ ജീവിതത്തും വളരെയധികം ലൈറ്റ് ആൻഡ് വളരെയധികം ഒരു ഓപ്പണിംഗ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തരുന്ന ഒരു ബുക്കാണ്. ദ ബൈബിൾ ടീച്ചസ് അസ് മെനി തിങ്സ്. ആ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവുകളെ നമ്മൾ നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെയും വളരെയധികം സ്ട്രോങ് ആക്കി വെച്ച് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവവും ഞാനുമുള്ളൊരു ബന്ധം എന്താണെന്ന് നമുക്ക് പലരോടും പറഞ്ഞു കൊടുക്കുവാൻ വളരെയധികം സഹായകരമായി മാറും നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കമ്മീഷനാണ് നിങ്ങൾ ലോകത്തിൻ്റെ എൻഡ് വരെ പോയി സുവിശേഷം അല്ലെ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. ഈ ഷെയറിങ് ദ ഗുഡ് ന്യൂസ് ഈസ് യൂസിങ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് യൂസ് ചെയ്തിട്ട് പരസ്പര ബന്ധങ്ങളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. നമ്മുടെ ആശയങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തിനെയും ദൈവത്തിൻ്റെ ഓരോ കൃപകളെയും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനൊക്കും. ഇതിൽ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എലിമെൻറ്റാണ് അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതേഴ്സ് ഇമോഷൻസ്. ഏത് രീതിയിൽ ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആളെ
അംഗീകരിക്കുന്നോ, ഏത് രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ഞാൻ അംഗീകരിക്കുന്നു, ആ രീതിയിൽ എൻ്റെയും ഞാൻ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെയും കൂട്ടത്തിലുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ്ങും വളരെയധികം ഉറപ്പുള്ളതുമായി മാറും. റെസ്പെക്റ്റിംഗ് ദി അതർ പേഴ്സൺസ് വ്യൂ ആൻഡ് അറ്റ് ദ സെയിം ടൈം എക്സ്ചേഞ്ചിങ് യുവർ വ്യൂസ് അക്രോസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലിമെൻറ്റ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് ഇൻ്റർപേഴ്സണൽ സ്കിൽസിനെ മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ നന്നായിട്ട് ദൈവസ്നേഹത്തിനെ നിങ്ങൾ പരസ്പരം പങ്കിടണം. വളരെ നന്നായിട്ട് കർത്താവ് ചെയ്യുന്ന വേലകളെ, കർത്താവ് പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ ഒരു സ്കില്ലിനെ നിങ്ങൾ ചെന്ന് മുന്നോട്ടും നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും യൂസ് ചെയ്തേച്ച് നിങ്ങൾ പങ്കിടണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർലോകനാഥൻ എഴുന്നള്ളുന്നു, ലോകനാഥൻ എഴുന്നള്ളുന്നു. ഉഷസ്സിൻ്റെ രഥമേറി, ഉയർപ്പിൻ്റെ രഥമേറി, മഹിമയോടെ പ്രഭ തൂകി എഴുന്നള്ളുന്നു. പ്രവാചകന്മാർ പാടിത്തന്ന പ്രഭാതമകലെയല്ല, പ്രപഞ്ചമൊന്നായി കാത്തിരുന്ന പ്രഭാതമരികിലായി. ഇരുൾ നിര നീങ്ങി, മറവുകൾ മാറി, ഇരുലോകമെങ്ങും തെളിവു നൽകി. ഇരുൾ നിര നീങ്ങി, മറവുകൾ മാറി, ഇരുലോകമെങ്ങും തെളിവു നൽകി. ജാതിഭേദങ്ങൾ മാറിടും, പക്ഷപാതവാദങ്ങൾ നീങ്ങിടും. സ്നേഹത്തിൻ കൊടിമീതെ പാറിടും, സ്നേഹനാഥൻ ലോകെ ജയിച്ചിടും. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ, ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ. ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ,
ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ. ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ.